നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തീരദേശ പരിപാലന നിയന്ത്രണ ചട്ടം ചൂണ്ടിക്കാട്ടി വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് നൽകിയ അനുമതി പത്രം പിൻവലിച്ചതോടെ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ ഒരു കുടുംബം. മാളപ്പള്ളിപ്പുറം സ്വദേശി ചെന്തുരുത്തിക്കാരൻ രാധയും കുടുംബവും ഇതോടെ ആട്ടിൻകൂട് വീടാക്കി താമസം തുടങ്ങി. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻമരം വീണു. ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടി വീണത്. അപകടത്തിൽ ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു. കനത്ത മഴയിൽ തീരദേശത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പെരിഞ്ഞനം പഞ്ചായത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അറപ്പ പൊട്ടിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു. ആറാട്ടുകടവ് ബീച്ചിലെ അറപ്പയാണ് JCB ഉപയോഗിച്ച് പൊട്ടിച്ച് തുറന്നുവിട്ടത്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കട കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കൊടാലി ആളുപറമ്പിൻ വീട്ടിൽ 51 വയസ്സുള്ള സുരേഷാണ് അറസ്റ്റിലായത്. കണ്ണമ്പത്തൂർ കാളൻ പാവുണിയുടെ കടയിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധന. പല ഇനങ്ങൾക്കും വില ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. കടുത്ത വേനലിന് പിന്നാലെ മഴക്കാലം കൂടി ശക്തമായതോടെ പച്ചക്കറി വില ഇനിയും ഉയർന്നേക്കാമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. ചാലക്കുടി പനമ്പള്ളി കോളേജ് സമീപം താമസിക്കുന്ന റൌഡി ലിസ്റ്റിൽപ്പെട്ട പോട്ട വെട്ടിക്കൽ വീട്ടിൽ ഷൈജുവിനെയാണ് തൃശൂർ ജില്ലയിൽ നിന്നും 1 വർഷത്തേക്ക് കാപ്പ ചുമത്തി നാടുകടത്തിയത്. മധ്യ കേരളത്തിൽ ദേശീയപാതയിലുള്ള പ്രധാന സിഗ്നൽ ജംഗ്ഷനുകളിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിശോധന. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. കാനകളുടെ ശുചീകരണം ഉറപ്പാക്കാൻ വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം. മുല്ലശ്ശേരി കനാലിലെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ സംവിധാനം ഉണ്ടാക്കണം. മാലിന്യം നീക്കാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നും കോടതി. കനത്ത മഴയെ തുടർന്ന് ആലുവയിൽ വീടുകളിലും റോഡിലും വെള്ളം കയറി. ആലുവ പുളിഞ്ചോട് പഴയ റോഡിലും പരിസരങ്ങളിലുമാണ് വെള്ളം കയറിയത്. കാനകൾ അടഞ്ഞു പോയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. NCP കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം താൽക്കാലിക പ്രസിഡന്റിനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കൂടിയ യോഗത്തിൽ രൂക്ഷമായ വാക്കുപോര്. നിലവിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AR സുകുമാരനെ പുതിയ ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.